ഈ 18 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ കൈവായ്പ എന്ന് പറയുമ്പോൾ വിഷ്ണു സാറിന് കൊടുത്തു. ബാക്കി കടവും തീർക്കും. കടവും നേരത്തെ അന്ന് 15 രൂപ കിലോയ്ക്ക് വിലയുള്ളൂ. അന്ന് ഇന്ന് 100 രൂപ 120 രൂപ ഇന്ന് വിലയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഒരു കണ്ടത്തിന് 38,000 രൂപയുടെ ചീര കിട്ടി. അന്ന് ചീര എടുത്തു. ചീര ഒരു സീസണിൽ 5 ലക്ഷം രൂപ അന്ന് കടക്കാരനായി. പായം തലേണിയും ചോറ് പൊതിയായിട്ടാണ് സമരക്കാർ വരുന്നത്. വീടിന്റെ ഭാവിക്ക് വീട്ടിൽ കിടക്കാൻ അവരെ ഉണ്ടായിരുന്ന കാശിങ്ങിട്ട് ഒന്നിച്ച് പോയി. കയ്യിലിരുന്ന് പൈസ മൊത്തം 78,000 രൂപ കിട്ടി. അവർ കാണാൻ വന്നവര് അവർ സന്തോഷത്തിന്. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 86 86 അല്ലേ? എത്ര വർഷമായി? ഞാൻ 98 മണിയാണ്. 98 തൊട്ട് 98 മുമ്പ് കൊപ്രാപ്പണി തേങ്ങാപ്പണിയായിരുന്നു. അതുകൊണ്ട് ഗംഭീര നേട്ടം കിട്ടിയ കാലമുണ്ട്. അതിനുശേഷം ഒരു 6-7 കൊല്ലക്കാലം കൊണ്ട് പൊട്ടി തകർന്നു പോയി. ആ തകർച്ച കൊണ്ട് മാനസികമായിട്ട് വിഷമിച്ചു. കടവാസികൾക്കാർ ഒത്തിരി കടം വന്നു. അങ്ങനെ നാളികേര സംഘങ്ങളായിട്ടും വ്യക്തികളായിട്ടും നാളികേരം ഉള്ള കാലമാണെന്ന്. ഓക്കെ, ലക്ഷക്കണക്കിന് തേങ്ങ നിരക്ക് വാങ്ങാൻ പറ്റുന്ന കാലം. അങ്ങനെ ചെയ്ത് പരാജയപ്പെട്ട് തകർന്ന് ചരിപ്പനായി 18 ലക്ഷം രൂപ കടക്കാരനായി. എത്ര? 18 ലക്ഷം രൂപ അന്ന് കടക്കാരനായി. പായം തലേണിയും ചോറ് പൊതിയായിട്ടാണ് സമരക്കാർ വരുന്നത്. വീടിന്റെ ഭാവിക്ക് വീട്ടിൽ കിടക്കാൻ അവർക്ക് വീടാകണ്ടേ, കാശ് കൊടുക്കാനുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല മാർക്ക് പിന്നെ കൊടുക്കാൻ മാർഗം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പിടികൊടുക്കാതൊക്കെ നടന്ന് അത്യാവശ്യം വേണ്ട 1-2 സംഘക്കാർക്ക് ആയിട്ടൊരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കാറുണ്ട്. കൊടുത്തില്ലേ പെമ്പിള്ളേരുടെ കല്യാണം നടക്കില്ല. അന്നത്തെ കാലത്ത് നമ്മൾ സംഘത്തിന്റെ തേങ്ങയുടെ വില കൊടുത്തില്ലേ പെമ്പിള്ളേരുടെ കല്യാണം നടക്കില്ല. അപ്പോൾ ആ കാലഘട്ടം അങ്ങനെ വന്നുപോയി. അത് പിന്നെ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടായിരുന്ന കാലത്ത് നല്ല ധനശേഷിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് പിടികൊടുക്കാതൊക്കെ നടന്നു. ഒരു 5 ലക്ഷം രൂപ കൈവായ്പ കിട്ടി. ഒരു രേഖയില്ലാതെ കിട്ടി. അപ്പോൾ 1-2 സംഘക്കാര് ഈ പറഞ്ഞ ഗുരുതരമായ പ്രശ്നമുള്ളവർ നിർത്തി കഴിഞ്ഞ് എന്നിട്ടും പിടികൊടുക്കേണ്ട ബാക്കിയുള്ളവർ പിടിക്കാതെ. അപ്പോൾ അങ്ങനെ സമരക്കാര് സമയം പിടിയെടുക്കാതെ ഒരു രാത്രി മുഴുവൻ സമയം കിടന്നവരുണ്ട്. ആ സമയമാകുമ്പോൾ വരുമെന്ന് വിചാരിച്ചു. അസമയമാകുമ്പോൾ ഓരോന്ന് വിചാരിച്ചാണ് കിടക്കണത്. സ്ഥലത്തില്ല. അഥവാ സ്ഥലത്തുണ്ട് പുറത്തിറങ്ങുമല്ലോ. ഞാൻ ബന്ധവസര അന്ന് ഓലപ്പുരയാണ്. അറക്ക് ഒരു 2 വാതിലുണ്ട്. ഒരു വാതിൽ അകത്ത് കുറ്റിയിടും, മറ്റേ വാതിൽ പുറത്തുനിന്ന് പൂട്ടും. അപ്പൊ ഇത് രണ്ടും തുറന്നിട്ടേച്ചു അകത്ത് കയറും. ഈ അന്നത്തെ എൻ്റെ അനുഭവം പറയുകയാണ്. അപ്പൊ അകത്ത് കയറി കഴിഞ്ഞ് കുറ്റിയിടും. അല്ല, മറ്റത് പൂട്ടും. ആദ്യം പുറത്തേ പൂട്ടും. എന്നിട്ട് അകത്ത് കയറിയേക്കും അകത്ത് കുറ്റിയിടും. അപ്പം ആരെങ്കിലും കാണുക. അല്ല, ആരെയും അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും അങ്ങനെയൊക്കെ ഒഴിച്ചിരുന്നത് പിടികൊടുക്കാതെ. ചിലപ്പം ഇവർക്ക് സ്ഥലം പെടും. അപ്പം അങ്ങനെ കഴിഞ്ഞ് 98 അന്നത്തെ കൃഷി ഓഫീസറായിട്ടിരുന്ന കൃഷി ഓഫീസർ വിഷ്ണു സാറും പഞ്ചായത്തിൻ്റെ അന്നത്തെ ഭരണസമിതി പിന്നെ കൃഷി ഓഫീസറും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അത് എന്നെ അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ കഷ്ടപ്പാടൊക്കെ വഴി സ്വയം അറിയുമല്ലോ. വിഷ്ണു സാർ അതിന് മുമ്പേ മുതലേ ഞങ്ങൾ അടുപ്പമുള്ള ആളാണ്. വിഷ്ണു സാർ ഇവിടെ കൃഷി ഓഫീസറായിട്ട് വരുന്ന കാലത്തിന് മുമ്പേ പരിചയക്കാരാണ്. അപ്പം അങ്ങനെ അവരാണ് നമ്മളെ കൃഷിപ്പണിയിലോട്ട് ആക്കാൻ കാരണം. നല്ലെണ്ണം വിത്തുകൾ വാഴ ഒരു 800 ഏസവാഴ ഞാൻ വെച്ചായിരുന്നു. നല്ലെണ്ണം വിത്തുകളൊക്കെ തന്ന്. അപ്പോൾ ആവത് മനസ്സുണ്ട്, ചെയ്യാൻ മനസ്സുണ്ട്. അതിനു മുമ്പ് കുടുംബത്തിൽ കൃഷിയൊക്കെ അമ്മയുള്ള കാലത്ത് ഉള്ളത് കൊണ്ട് ചെറിയ പരിചയമുണ്ട്. അപ്പം അങ്ങനെ വിഷ്ണു സാറ് ദിവസവും ആഴ്ച ഒരു 4 ദിവസമെങ്കിലും രാത്രി 10-11 മണി വരെ ഉണ്ടാവും. എൻ്റെ കൂടെ ഉണ്ടാവും.
എനിക്ക് എന്നെ വശപ്പെടുത്താനും പിന്നെ ചെയ്ത കീടങ്ങൾ വരും. അതെ അതിനകത്ത് ചെയ്യാനുണ്ടായി. അപ്പം അങ്ങനെ 3 കൊല്ലം കൊണ്ട് പണി കൊണ്ട് എൻ്റെ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 2 മണി വരെയൊക്കെ വീട്ടിൽ പണി പണിയും അന്ന്. അതിനിടയ്ക്ക് വിഷ്ണു സാറ് ഞാൻ തൂക്കി നോക്കിയില്ല, എങ്കിലും ഇന്നത്തെ അളവനുസരിച്ച് നോക്കിയാൽ 1 കിലോയ്ക്ക് മുകളിൽ വരും ചീരകരി. ഇവിടുന്ന് സംഭരിച്ചു തന്നു. ആ ചീരകരി പാടത്ത് അന്ന് പാടത്തും ചെയ്യേണ്ട സമയം വന്നു. പാട് കണക്കി പാടത്ത് ചെയ്തു. ഈ ഒരു കണ്ടത്തിൽ നിന്ന് അന്ന് 15 രൂപയെ കിലോയ്ക്ക് വിലയുള്ളൂ. അന്ന് ഇന്ന് 100 രൂപ 120 രൂപ ഇന്ന് വിലയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഒരു കണ്ടത്തിൽ നിന്ന് 38,000 രൂപയുടെ ചീര കിട്ടി അന്ന്. ചീര എടുത്തു ചീര ഒരു സീസണിൽ. അപ്പോൾ ആ ചീരയിൽ അപ്പം അതിനു മുമ്പ് ഇത് ഏത്തവാഴയൊക്കെ എടുത്ത് തയ്യാറായില്ല. സായിപ്പന്മാർ കാണാൻ വന്നു. സായിപ്പന്മാർ സായിപ്പന്മാരെ ഇടയ്ക്ക് വിട്ടിട്ടുള്ള കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ടൊക്കെ വന്ന ആളുകളായിരിക്കും. ആണ് ഇത് കണ്ട് കാണാനൊരു സന്തോഷം. അങ്ങനെ സായിപ്പന്മാർ വന്ന് 2 ബാച്ച് വന്നു. ആദ്യത്തെ ബാച്ചിൽ 12 പേരാണെന്ന് എൻ്റെ ഓർമ്മ. രണ്ടാമത്തെ ബാച്ച് ആദ്യത്തെ ബാച്ച് എന്നെ അറിയിച്ചുകൊണ്ടല്ല വന്നത്. രണ്ടാമത്തെ ബാച്ച് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആൾ കൂടുതൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ കണ്ടൊക്കെ വരുമ്പോൾ അല്ല എന്തെങ്കിലും അവർക്ക് ഒരു ആകർഷണം താല്പര്യം തോന്നുന്നതൊക്കെ എന്തെങ്കിലും ഒരു ലഘുവായ കൊടുക്കണം. അങ്ങനെ നല്ല പഴക്കൊല പഠിപ്പിച്ച് നല്ല പൂവിലുണ്ടായിരുന്നു. കൊല പഠിപ്പിച്ച് നല്ല പപ്പരങ്ങ തുടയാത്ത ചനച്ച് കളർ പോലെ ഇരിക്കുന്ന പപ്പരങ്ങ ഒക്കെ അന്ന് പപ്പരയുണ്ട്. അതെല്ലാം ചെയ്ത് 40 പേരുണ്ടായിരുന്നു അത് രണ്ടാമത്തെ ബാച്ച്. അപ്പം അങ്ങനെ പഴക്കൊലയാണ്ട് 3 കൊലമൊക്കെ പഠിപ്പിച്ച് അവർ തന്നെ ഒഴിഞ്ഞിരുന്നു. നമ്മൾ കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ ഉണ്ടായിരുന്ന കാശിങ്ങിട്ട് ഒന്നിച്ച് പോയി കയ്യിൽ നിന്ന് പൈസ മൊത്തം തന്നു. 78,000 രൂപ കിട്ടി. ആണോ? അവർ കാണാൻ വന്നവർ അവർ സന്തോഷത്തിന് ശരി. അപ്പൊ ഈ തന്നെ എന്താണെന്ന് എനിക്കന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ആദ്യത്തെ വരവില് 8,000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അന്നേരെ പറഞ്ഞ് അവര് ഫ്രീ ആയിട്ട് തന്നെ അവരെ പാരിതോഷികം തരുന്നു. ഞാനും കൂടെ ഉണ്ടല്ലോ അവര് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വരവില് തന്നെ തന്നെയാണ് നമുക്കറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞ് 78,000 രൂപ കിട്ടും. ഈ 3-3.5 കൊല്ലത്തെ പണിയും കൊണ്ട് ഈ 18 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ കൈവായ്പ നടക്കുന്നത് വിഷ്ണു സാറിന് കൊടുത്തു. ബാക്കി കടവും തീർത്ത് ആരും പലിശ വാങ്ങിച്ചില്ല. കാരണം അവർക്ക് ആ പൈസ തന്നെ തിരിച്ചു കിട്ടിയല്ലോ. അതായത് ഒരു കിട്ടുമെന്ന് വിചാരിച്ചല്ല, എന്തൊക്കെയാണ് കിട്ടുമെന്ന് വിചാരിച്ചല്ല അവര്. അതായത് ഒരു നമ്മൾ പലരും ഈ കൃഷി ചെയ്ത് കഴിയുമ്പോഴേ കൃഷി ചെയ്തിട്ട് എന്തിനാണ് അല്ലെ കൃഷിയിൽ നിന്ന് എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിക്കും. പല ആളുകളും കൃഷി ചെയ്യുന്നത് കൂടുതലൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കൃഷി ചെയ്യുന്ന ആളുകളുമുണ്ട്. വളരെ വിരലിലെണ്ണാവുന്ന ഇതുപോലെ കഥ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലെ അനുഭവങ്ങൾ പറയാൻ പറ്റുന്ന വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇന്ന് നമ്മുടെയൊക്കെ കൂടെയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്ന വഴികളിലൂടെയുള്ള സംഭവങ്ങളാണ്. കാരണം വീട്ടിൽ പോലും കിടക്കാൻ പറ്റാതെ ഒളിത്താവളത്തിൽ കിടന്ന് ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും എല്ലാം ചെലവഴിച്ച നിമിഷങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു 2ാം ജന്മം പോലെ വന്നത് ഈ കൃഷിയാണ്. കൃഷിയിലൂടെ മാത്രമാണ് അദ്ദേഹം വന്നിട്ടുള്ളത്.